السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവ്വലോക രക്ഷിതാവായ നിയന്താവായ അള്ളാഹുവിനെ അനുസരിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തം മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ആദ്യമായിട്ട് അയാളിൽ നിന്നുണ്ടാവേണ്ട പ്രവർത്തനം ഷഹാദത്ത് കലിമ ചൊല്ലുക എന്നതാണ്. ചൊല്ലലും വിശ്വസിക്കലും ഉറപ്പിക്കലും എല്ലാം ഒരാൾ മുസ്ലിം ആകുന്നതിൻ്റെ ആദ്യ പടിയാണ് ഷഹാദത്ത് കലിമ. ആ ഷഹാദത്തിൽ അല്ലെങ്കിൽ സാക്ഷ്യവചനത്തിൽ ആദ്യത്തേത് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നതെങ്കിൽ, രണ്ടാമത്തതിൻ്റെ പ്രയോഗം, രണ്ടാമത്തെ ഭാഗം അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുഹു വറസൂലുഹു, മുൻപ് നമ്മൾ ആരെ പറ്റിയാണോ പറഞ്ഞത് ആ അസ്തിത്വത്തിൻ്റെ അതാരാണോ അതിൻ്റെ അടിമയും ദൂതനുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരെ പറ്റിയാണ് ആദ്യം പറഞ്ഞത് നമുക്കറിയാം, അള്ളാഹുവിനെ പറ്റിയിട്ടാണ് എന്ന വചനത്തോടു കൂടിയാണ് ഷഹാദത്ത് പൂർണ്ണമാകുന്നത്. അഥവാ അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിക്കൽ, അതിനോട് തുടർന്ന് വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം ഉറപ്പിക്കൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമായി മനസ്സിലാക്കൽ, ഇതില്ലാതെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ പ്രവാചകനെ പൂർണ്ണമായിട്ടും സ്നേഹിക്കൽ, പ്രവാചകൻ ആ തരത്തിൽ ആത്മാർത്ഥമായി ഹൃദയത്തോട് ചേർത്ത് വെക്കൽ, സ്വന്തത്തെക്കാളും ഈ ലോകത്ത് അവന് ലഭ്യമായ സകലതിനേക്കാളും മുകളിൽ, എന്നാൽ അള്ളാഹുവിന് താഴെ പ്രവാചകനെ മനസ്സിലാക്കലും പരിഗണിക്കലും ഒരു വിശ്വാസി സംബന്ധിച്ച് അവന് നിർബന്ധ കടമയാണ്, ബാധ്യതയാണ്. എന്നാൽ ആ സ്നേഹത്തെ എങ്ങനെയാവണം, സ്നേഹത്തിൻ്റെ അതിരെന്താണ്, സ്നേഹത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് സ്വാഭാവികമായിട്ട് വിശ്വാസികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം എല്ലാം കൃത്യമാണ്. നിങ്ങൾ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ നമസ്കരിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ, അനാഥകളെയും അഗതികളെയും സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹായിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇസ്ലാം ഒന്നും വെറുതെ അങ്ങ് പറഞ്ഞു പോകില്ല, ഇനി ബാക്കി നിങ്ങൾ തീരുമാനിച്ചോളൂ, ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്, ബാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് ഇസ്ലാം പൊതുവെ ഒരു കാര്യത്തെയും വിടാറില്ല. ചില കാര്യങ്ങൾക്ക് അതിരും രൂപവും പറഞ്ഞു തന്ന് ആ അതിരിനും രൂപത്തിനും ഉള്ളിൽ നിന്ന് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരതിരും ഒരു രൂപവും ഇല്ലാതെ വെറുതെ അങ്ങൊരു കാര്യം പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു പോകില്ല, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞു പോകില്ല.
അള്ളാഹുവിനെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? ഇസ്ലാമിനകത്ത് കൃത്യമായിട്ട് ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് ദീൻ കൃത്യമാണ്, വ്യക്തമാണെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള ഓരോ സന്ദേശത്തിന്റെയും കൃത്യതയെയും വ്യക്തതയെയും പറ്റി പറയാനുള്ള കാരണം എന്താണ്? അത് നേരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് ഖിയാമത്ത് നാൾ വരെ, അവസാന കാലം വരെ നിലനിൽക്കുന്നു പറയുന്നു? അത് കൃത്യമാണെന്നുള്ളതാണ്. ഇത് ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഇവിടെയുള്ള സകല മനുഷ്യരും മരണപ്പെട്ടു എന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ ഇന്ന് മുതൽ ജനിക്കുന്ന ആളുകൾ മാത്രമേ ഇനി മുന്നോട്ട് ജീവിക്കുന്നു വിചാരിച്ചോ? അവിടെ മുസ്ലിങ്ങൾ ആരും ഇനി ജീവിക്കുന്നില്ല, ഒരു പണ്ഡിതനും കാണുന്നില്ല. അങ്ങനെയാണെങ്കിലും ഖുർആനും സുന്നത്തും ലഭിച്ചു കഴിഞ്ഞാൽ ആ ഖുർആനിലൂടെ സുന്നത്തിലൂടെ ഒരാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാം. അതാണ് ഇസ്ലാമിന്റെ ഗുണം, ഇസ്ലാമിന്റെ പ്രത്യേകത. കൃത്യമാണ്, വ്യക്തമാണ്. ഒരു സംശയവും ഒരു പ്രത്യേക വ്യക്തിപരമായിട്ടുള്ള മനസ്സിലാക്കലുകളും ഇല്ലെങ്കിൽ പോലും ഇസ്ലാം പൂർണ്ണമായിട്ട് നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എങ്ങനെയായിരിക്കണം പ്രവാചക സ്നേഹം? എങ്ങനെയായിരിക്കണം നമ്മൾ പ്രവാചകനിൽ ഷഹാദത്ത് അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കേണ്ടത്? കൃത്യമായി ഉത്തരം ഇസ്ലാമിന്റെ അടുത്തുണ്ട്. ഒന്നത് വേണം എന്നുള്ളൊരു സംശയമില്ല കേട്ടോ. പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പ്രവാചകൻ ഹദീസിൽ പറയുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. കൃത്യമാണ്, ഒരു സംശയമില്ല. സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ മുസ്ലിം അല്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും വിശ്വാസിയാവുന്നില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, വെറുതെ സ്നേഹിച്ചാൽ പോരെ, അവന് സ്നേഹം വരണം എന്നോട്. എങ്ങനെ? മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഉപ്പയേക്കാൾ അല്ലെങ്കിൽ രക്ഷിതാക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, ജനങ്ങളിൽ ആരൊക്കെയുണ്ടോ, അവന് ഇണയുണ്ടോ, അവന്റെ സ്വന്തമുണ്ടോ, എന്തിനൊക്കെ എടുത്താലും അതിനേക്കാൾ എല്ലാം ഉപരി. ഉമർ അള്ളാഹു പോയി പറഞ്ഞല്ലോ പ്രവാചകന്റെ അടുത്ത് ഒരു ദിവസം, എനിക്ക് എന്നെ കഴിഞ്ഞ പിന്നെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ പ്രവാചകൻ എന്താ പറഞ്ഞത്? പറ്റൂല. പ്രവാചകൻ അത് പറയാൻ മടിയുണ്ടോ? ചില ആൾക്കാർ പറയും പ്രവാചകൻ എന്നെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പ്രവാചകന് പറയാൻ ഒരു മടി ഉണ്ടാവൂലേ? അല്ലെങ്കിൽ പ്രവാചകൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയോ? അതൊക്കെ നമ്മളങ്ങ് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? പ്രവാചകൻ അങ്ങനെ മടി ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ ഇത് പറയോ? അങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. പ്രവാചകന് പറയാൻ മടിയാണെങ്കിൽ ഇത് പറഞ്ഞ പ്രവാചകന് വേറെ എന്ത് പറയാനും പ്രശ്നം ഉണ്ടാവില്ല. അതോ നിങ്ങൾ നിങ്ങളുടെ ഇണയേക്കാളും ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പ്രവാചകൻ കൃത്യമായി പറഞ്ഞു. അതിലൊരു സംശയമില്ല. സ്വഹാബിമാരുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് കാണാനും പറ്റും. എങ്ങനെയാണ് പ്രവാചക സ്നേഹം എന്നുള്ളത് സ്വഹാബിമാരുടെ ജീവിതത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. ഒരു സ്വഹാബി സയ്യിദ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഒരു യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചിട്ട് തൻഈമിൽ വെച്ച് അദ്ദേഹത്തിനെ വധിക്കാൻ നിൽക്കുമ്പോൾ ആ വധത്തിന് കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി എന്നുള്ളതാണോ? അപ്പോൾ സെയ്ദ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, സെയ്ദ് ഇബ്നു ദസ്ന റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഈ കൊലക്കയറിന്റെ ഭാഗത്ത് നീ മുഹമ്മദിന്റെ അനുയായി ആയതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ നീ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടെ നിനക്ക് പകരം മുഹമ്മദ് ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നീ ആഗ്രഹിക്കുന്നില്ല, ഇപ്പോഴെങ്കിലും നിനക്കൊരു കുറ്റബോധം തോന്നില്ലേ? നിനക്ക് പകരം ഈ തൂക്കുമരത്തിൽ നിന്റെ മുഹമ്മദ് ആയിരുന്നു എങ്കിൽ എന്ന് നീ വിചാരിക്കുന്നില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുന്ന സമയത്ത് മുഹമ്മദ് ഇബ്നു ദസ്ന റളിയല്ലാഹു സെയ്ദ് ഇബ്നു ദസ്ന റളിയല്ലാഹു പറയുന്നു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടണമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു അപകടം ഉണ്ടാവരുതെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് സെയ്ദ് റളിയല്ലാഹു പറയുന്നത്. അത്രമേൽ പ്രവാചകനെ സ്നേഹിച്ച ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസ് നേരത്തെ പറഞ്ഞല്ലോ, ആ പ്രവാചകൻ പറഞ്ഞു പറ്റില്ല, നിന്നേക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ സ്പോട്ടിൽ ഉമർ റളിയല്ലാഹു പറയാണ്, ഇപ്പൊ മുതൽ അങ്ങനെ ആയിരിക്കുന്നു, ഇപ്പോൾ മുതൽ എന്റെ സ്നേഹം എന്നേക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിരിക്കും എന്ന് ഉമർ റളിയല്ലാഹു പറയാണ്. എത്ര ഹദീസുകൾ, എത്ര ചരിത്രങ്ങൾ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ട് പോയത്? പ്രവാചകന്റെ മരണാനന്തരം മദീനയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഓർമ്മ വരുന്നു. ആ ഓർമ്മ കൊണ്ട് സങ്കടത്തിന്റെ ആഴത്തിൽ അദ്ദേഹത്തിന് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അദ്ദേഹം ബാങ്ക് വളരെ മനോഹരമായ ശബ്ദത്തിൽ ബാങ്ക് കൊടുക്കുന്നതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബാങ്ക് കൊടുത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന പ്രയോഗം പൂർത്തീകരിക്കാൻ കഴിയാതെ കരഞ്ഞു വീണു പോകുന്ന മനുഷ്യനാണ്. അത്രമേൽ പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ വേണ്ടി ശരീരം മൊത്തം ആക്രമിക്കപ്പെട്ട് ഉഹദ് യുദ്ധത്തിൽ ഇനിയൊരു പോരാട്ടത്തിന് കഴിയാത്ത വിധം ആ മനുഷ്യന്റെ ശരീരത്തെ ബലി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട് ബലി കൊടുത്തു എന്നുള്ള പ്രയോഗം ആരാധനയുമായിട്ട് ചേർത്ത് വെക്കരുത് കേട്ടോ, ഭാഷാ പ്രയോഗമായിട്ട് മാത്രം മനസ്സിലാക്കുക. എന്തിനാണ് അത് ചെയ്തത്? പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ട്. സ്വഹാബിമാർക്ക് അങ്ങനെ ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പ്രവാചകൻ എന്ന മനുഷ്യനോട് സഹായം ചെയ്തും സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടു. സവാദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം. സവാദ് റളിയല്ലാഹു പ്രവാചകനെ മുത്തുന്ന ചരിത്രം നമുക്കറിയാം. അങ്ങനെ പ്രവാചകൻ എന്ന മനുഷ്യനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു.
അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ സ്നേഹപ്രകടനം എന്ന് പറഞ്ഞാൽ ഉഹദ് യുദ്ധത്തിൽ പ്രവാചകന്റെ 2 കവിളിലും ആണി തറക്കാണ്. ആണി തറക്കുന്ന സമയത്ത് പ്രവാചകൻ വീണ് കിടക്കുന്നുണ്ട്, സങ്കടപ്പെട്ട് വരികയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹും. എന്നിട്ട് ഈ കവിളിലെ ആണി പറിച്ചെടുക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അനുവാദം ചോദിക്കുകയാണ്, ഞാൻ പറിച്ചെടുത്തോട്ടെ? കാരണം അത്രയും സ്നേഹിതനായിട്ടുള്ള സുഹൃത്താണ് അപ്പുറത്തിരിക്കുന്നത്, പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുകയാണ്, ഞാൻ പ്രവാചകന്റെ കവിളിലെ ആണി എടുത്തോട്ടെ ചോദിക്കുകയാണ്. ഇത് വായ കൊണ്ട് പല്ലുകൊണ്ട് കടിച്ച ആണി പുറത്തേക്ക് എടുക്കുകയാണ്. ഒരു മുൻപല്ല് പോകുന്നുണ്ട്, അപ്പോൾ ഒരാണി പുറത്തേക്ക് എടുക്കുമ്പോൾ എത്രത്തോളം ആഴത്തിലായിരിക്കും പ്രവാചകന്റെ കവിളിൽ ആണി തറച്ചിട്ടുണ്ടാവുന്ന അപ്പോൾ ആലോചിക്കണം. എന്നിട്ട് മറ്റേ കവിള് തറച്ച ആണിയും അബൂബക്കർ റളിയല്ലാഹുവിനെ സമ്മതിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ട് അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പറിച്ചെടുക്കുകയാണ്. വീണ്ടും ഒരു പല്ല് കൂടെ അദ്ദേഹത്തെ നഷ്ടപ്പെടുകയാണ് അവിടെ. അഥവാ അത്രമേൽ പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബിമാരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സ്നേഹിക്കൽ ആവശ്യമാണ് താൻ. പക്ഷെ നമുക്ക് സ്വഹാബിമാരുടെ ഈ തരത്തിലുള്ള സ്നേഹങ്ങൾ നമുക്ക് പറ്റുമോ? പ്രവാചകൻ എന്ന മനുഷ്യനെ അദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് സേവനങ്ങൾ ചെയ്തു കൊടുത്ത് സഹായിക്കാൻ കഴിയുമോ? സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്നില്ല എന്നുകൊണ്ട് പറ്റൂല. പിന്നെ എങ്ങനെ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? അതും സ്വഹാബിമാരുടെ മാതൃക ഉണ്ട്. സ്വഹാബിമാർ ചെയ്ത് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ലളിതമായി ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ പറയുന്ന രീതിയിലാണ് പ്രവാചകൻ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. അല്ലാഹു തആല ഖുർആൻ സൂചിപ്പിക്കുന്നു, സൂറത്ത് ആല ഇംറാൻ സൂചിപ്പിക്കുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം, പ്രവാചകനേക്കാൾ കൂടുതൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഫത്തബിഊനി, നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ പിന്തുടരുക എന്ന് പ്രവാചകരെ നിങ്ങൾ ജനങ്ങളോട് പറയുക. വളരെ സിമ്പിളാണ് ഇസ്ലാം വ്യക്തമാണ്, ക്ലിയർ ആണ്. എന്താ ചെയ്യേണ്ടത്? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക. എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക. ഒരു മകൻ ഒരു ഉപ്പനെ ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പ പറയുന്നത് ഒന്നും കേൾക്കൂലെങ്കിൽ ആ മകന് ഇഷ്ടമുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. ലളിതമായിട്ട് എന്താണ്? ഉപ്പനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യ പടി എന്താണ്? ഉപ്പ പറഞ്ഞ പോലെ ചെയ്യാന്നുള്ളതാണ്. വിയോജിപ്പുണ്ടെങ്കിൽ, ഉപ്പയോട് വിയോജിപ്പുണ്ടെങ്കിൽ, ഉപ്പ തെറ്റാണെന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഒക്കെ ഉപ്പയെ എതിർക്കാം. പക്ഷെ പ്രവാചകൻ തെറ്റാണെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റുള്ളേ? അങ്ങനെ ആർക്കും അഭിപ്രായം ഉണ്ടാവല്ലോ, ഒരു മുസ്ലിമിന് അഭിപ്രായം ഉണ്ടാവല്ലോ. പ്രവാചകൻ തെറ്റാണെന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അയാൾ വിശ്വാസിയാവില്ലല്ലോ. അപ്പൊ ശരിയാണെന്ന് പൂർണ്ണമായ ബോധ്യമുള്ള പ്രവാചകൻ, ആ പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെയാണ് പ്രവാചകനെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ച് എന്താ ഉണ്ടാവുക? അള്ളാഹു വാഗ്ദാനം നൽകുന്നു, യുഹ്ബിബുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹു തിരിച്ചു സ്നേഹിക്കും. അള്ളാഹു തിരിച്ചു സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യമാനാണ് അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? പറയുന്നു. ക്ലിയർ ആണ്. ഇങ്ങനെയാണ് പ്രവാചകൻ സ്നേഹിക്കേണ്ടത്. എന്താണോ പ്രവാചകൻ പറഞ്ഞത് അതുപോലെ ചെയ്യാം. റവാത്തിബ് സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ അധികരിപ്പിക്കുക, സുജൂദുകൾ അധികരിപ്പിക്കുക, പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഒരു മനുഷ്യന് അത്യാവശ്യം ദിവസം മൊത്തം എൻഗേജഡ് ആയിട്ട് ചെയ്യാൻ മാത്രമുള്ള പ്രവർത്തനങ്ങൾ പ്രവാചകന്റെ സുന്നത്തിലുണ്ട്. രാവിലത്തെ ദിക്റുകൾ ചൊല്ലുക, വൈകുന്നേരത്തെ ദിക്റുകൾ ചൊല്ലുക, രാത്രി ദീർഘമായി നമസ്കരിക്കുക. അഥവാ പടച്ചോൻ ആരാധിക്കാനും പ്രവാചകനെ സ്നേഹിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യാനുള്ള പരമാവധി പ്രവർത്തനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊന്നും ചെയ്യാതെ, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ രാത്രി നമസ്കരിക്കാതെ, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സുന്നത്തുകൾ ചെയ്യാതെ, പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാതെ നമ്മളായിട്ടൊരു സ്നേഹം ഉണ്ടാക്കാൻ പറ്റുമോ? ലളിതമായിട്ട് ആലോചിക്കും. നമ്മളായിട്ടൊരു സ്നേഹം ഉണ്ടാക്കാൻ പറ്റുമോ? പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്, അതുപോലെ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് അപകടകരമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ തരത്തിലുള്ള പ്രവാചക സ്നേഹങ്ങൾ, ഒരു പ്രശസ്തനായിട്ടുള്ള പണ്ഡിതൻ എന്ന വേഷധാരിയും ആ തരത്തിൽ സംസാരിക്കുന്നതായിട്ടുള്ള ആളുടെ പ്രസംഗം കേൾക്കാനിടയായി. നിങ്ങൾ ചില കുട്ടികളെയൊക്കെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ആ കുട്ടികൾ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അവർ നമസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പുണ്യ ഹബീബിനെ സ്നേഹിക്കാൻ വേണ്ടി അവർ തോരണങ്ങൾ കെട്ടാൻ പോവുകയാണെന്ന്. നഊദു ബില്ലാഹ്. ഒരു മുസ്ലിമിന്റെയും മുസ്ലിം അല്ലാത്തവന്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് നമസ്കാരം എന്ന് പ്രവാചകൻ പറഞ്ഞു. എടാ, പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ എന്നെ പിന്തുടരാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാണ് ആ പ്രവാചകനെ സ്നേഹിക്കാൻ നിസ്കാരം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, നിസ്കാരം ഒന്ന് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. നഊദു ബില്ലാഹ്. ശൈത്വാൻ ഏറ്റവും സിമ്പിളായിട്ട്, ശൈത്താൻ ഏറ്റവും ലളിതമായിട്ട് നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, അഥവാ പുത്തൻ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ, പുതിയ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കും ഇതിലൂടെ പ്രതിഫലമുണ്ടെന്ന്, എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന. ശൈത്താനെ സംബന്ധിച്ച് പണി എളുപ്പമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നതാണ് ഇത് പ്രതിഫലം കിട്ടുന്നൊരു കാര്യം എന്നുള്ളതാണ്. ശൈത്താൻ ക്ലിയർ ആണിത് അവനെ നരകത്തിലേക്ക് എത്തിക്കുന്നുള്ളത്. അപ്പൊ പ്രവാചകൻ കൃത്യമായി കാർക്കശത്തോടെ പറഞ്ഞൊരു കാര്യം ചെയ്യാതിരിക്കുകയും പ്രവാചകൻ പറയാത്തൊരു കാര്യം ചെയ്യുകയും ചെയ്ത് അത് മതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നൊരവസ്ഥ. അങ്ങനെ പറ്റുമോ നമുക്ക്? പ്രവാചകൻ പറയാത്തൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രവാചകനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ഒരു ഹദീസിൽ പറയുന്നു, ലാ തുത്റൂനി, നിങ്ങൾ ഒരിക്കലും എന്നെ നിങ്ങൾ സ്നേഹിക്കരുത്, കമാ അത്റത്തിൻ നസ്വാറ ഇബ്നു മറിയം,
ഇബ്നു മറിയമിന് അഥവാ മറിയം അലൈഹി ഇസ്ലാമിന്റെ മകനെ ആ മറിയമിന്റെ നസ്രാനികൾ എങ്ങനെയാണോ സ്നേഹിച്ചത്, പുകഴ്ത്തിയത്, വാഴ്ത്തിയത്, അതുപോലെ ഒരിക്കലും നിങ്ങൾ എന്നെ വാഴ്ത്തരുത്, പുകഴ്ത്തരുത്, അതിര് കവിയരുതെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറയുന്നു. മതത്തിൽ അതിര് കവിയരുന്നുള്ളത് വേറെ വചനങ്ങൾ നമുക്ക് പറയും കാണാൻ കഴിയും. പ്രവാചകന്റെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ചെയ്യാൻ പറ്റും ഇല്ല. പ്രവാചകൻ അതും കൃത്യമായിട്ട് വലക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. എൻ്റെ കൽപ്പനയില്ലാതെ എൻ്റെ മേലൊരു കാര്യം ആരോപിക്കുകയാണെങ്കിൽ ഫഹുവ റദ്ദുൻ, തള്ളപ്പെടുന്നതാണ്, ഒഴിവാക്കപ്പെടുന്നതാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, ആരാണോ ദീനിലൊരു പ്രവർത്തനം പ്രവർത്തിക്കുന്നത്, ലൈസ അലൈഹി അംറുന, എൻ്റെ കൽപ്പന ഇല്ലാത്തൊരു പ്രവർത്തനം കൃത്യം ഉണ്ടോ, ഇത് ലളിതമാണ്, കൃത്യമാണ്. പ്രവാചകൻ കൃത്യമായിട്ട് പറയുന്നത് എൻ്റെ കൽപ്പനയില്ലാതെ ആരാണോ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ആരാണോ ഒരു പ്രവർത്തനം ദീനിൽ പ്രവർത്തിക്കുന്നത് ഫഹുവ റദ്ദുൻ, അത് ഇല്ലാത്തതാണ്, അത് തള്ളപ്പെടുന്നതാണ്, ഒഴിവാക്കേണ്ടതാണ്, കൃത്യമായിട്ട് പറയുന്നു. അഥവാ പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമല്ലാത്തൊരു കാര്യവും പ്രവാചകന്റെ പേരിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. കാരണം ഏറ്റവും ഉത്തമ സമുദായമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ച സമുദായം പ്രവാചകന്റെ സമുദായമാണ്. ഖൈറുൻ നാസി ഖർനി, എൻ്റെ തലമുറയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമൂഹം. സുമ്മല്ലദീന യലൂനഹും, അത് കഴിഞ്ഞിട്ട് ഉത്തമമായിട്ടുള്ള സമൂഹം അവരെ പിന്തുടർന്ന് വരുന്നവരാണ്, അവർ രണ്ടാമത്തെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ ഉത്തമമായിട്ടുള്ള സമൂഹം അതിനെ കഴിഞ്ഞു വരുന്ന ആളുകളാണ്. അഥവാ സ്വഹാബിമാരുടെ കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് താബിഈകളുടെ കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് തബിഉ താബിഈകളുടെ കാലഘട്ടം. ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമൂഹം എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കെ, അന്നൊന്നും ഇല്ലാത്തൊരു പ്രവാചക സ്നേഹം എങ്ങനെയാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയുക? അതും നമുക്ക് ക്ലിയറാണ്, വ്യക്തമാണ്. ഇന്ന് ഇവിടെ റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി പ്രത്യേക നബിദിനം ആചരിക്കുന്നവർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. നമ്മുടെ മലയാളത്തിൽ പോലും തഅവ ഉസ്താദിന്റെ ബൈത്ത് വരെ നമുക്ക് കാണാൻ കഴിയും. മൗലിദ് പാരായണം പണ്ട് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. ഫാത്തിമി ഷിയാക്കളാണ് അതിന്റെ തുടക്കക്കാരെന്ന് പോലും കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. അഥവാ ആ തലമുറകളില്ലാത്ത, പിന്നീട് കടന്നു വന്ന, അതും വ്യാപിക്കുന്നത് ഹിജ്റ 600-ന് ശേഷമാണ്. അതെങ്ങനെയാണ് പ്രവാചക സ്നേഹത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റും? ഇതിന്റെ ഗൗരവം മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം. ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നു, മൻ ഇബ്തഅ ഫീൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരാളൊരു കാര്യം കൊണ്ടുവരാണ്, പുതിയൊരു കാര്യം കൊണ്ടുവരാണ്, ഒരാൾ പറയാണ് ഇത് ഇസ്ലാമിൽ നല്ലൊരു കാര്യമാണെന്ന് പറയുന്നത്. പുതിയൊരു കാര്യം കൊണ്ടുവരുന്നു, ബിദ്അത്തിന് ഒരു പുതിയ കാര്യം കൊണ്ടുവരുന്നു, ഒരാൾ പറയുന്നു ഇത് ഇസ്ലാമിൽ ഹസനത്താണ്, നല്ലതാണെന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ പറയുന്നുവെങ്കിൽ, ഇമാം മാലിക് റഹിമഹുല്ലാ പറയട്ടോ, അങ്ങനെ ഒരാൾ പറയുന്നുവെങ്കിൽ അവൻ പറയുന്നത് അന്ന മുഹമ്മദൻ ഖാന റിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചകത്വത്തിൽ, റിസാലത്തിൽ, നുബുവത്തിൽ, പ്രവാചകനായി അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ, ദൗത്യത്തിൽ ഖാന, വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറയുന്നത്. ഒരാൾ പറയാണ് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം കൊണ്ടുവന്നുകൊണ്ട് പറയുന്നു, ഇതിന് പ്രതിഫലം കേട്ടോ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഇതിന് പ്രതിഫലം എന്ന് പറയുകയാണെങ്കിൽ ഖാന റിസാല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അദ്ദേഹം പ്രവാചകൻ തൻ്റെ ജോലി പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. എന്താ കാരണം? പ്രവാചകന്റെ ജോലി എന്തായിരുന്നു? അദ്ദേഹം മാലിക് റഹിമഹുല്ലാ ആ ആയത്തും പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. കൃത്യമായ ഖുർആൻ പറയുന്നു, ഇന്നേ ദിവസം നിങ്ങൾക്ക് നാം ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അത് കൃത്യമായി തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പ്രവാചകനോട് പറയാൻ പറഞ്ഞ ആ ദിവസം, അന്ന് ദീനല്ലാത്തൊന്നും, മാലിക് റഹിമഹുല്ലായുടെ വചനം തന്നെ വായിക്കുകയാണെങ്കിൽ ഫമാലം യകുൻ യൗമ ഇദിൻ ദീനൻ, അന്നേ ദിവസം ദീനല്ലാത്ത എന്തൊക്കെയാണോ ഫലാ യകുൻ അൽ യൗമ ദീന, ആ കാര്യങ്ങളൊന്നും ഈ ആയത്ത് പറയുന്ന ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണ സമയത്ത് പ്രവാചകൻ സൂചിപ്പിക്കുന്ന ആ സമയത്ത് അന്ന് ദീനല്ലാത്ത ഒരു കാര്യവും പിന്നെയും ദീനല്ല, കൃത്യമാണ്. അപ്പൊ പ്രവാചകന്റെ ജോലി ദീന് പൂർത്തീകരിക്കുക എന്നാണ്. ആ ജോലി കഴിഞ്ഞ് പ്രവാചകൻ പോയി. ഒരു ഹദീസിൽ കാണാൻ കഴിയും, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തുനിന്ന് അകറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ അത് പറഞ്ഞു. ഇങ്ങോട്ട് പ്രവാചകൻ മരണപ്പെട്ടു പോയി. ഇങ്ങോട്ട് നമ്മൾ പറയാണ് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഒരു കാര്യം കൂടി ഉണ്ട് പ്രതിഫലം കിട്ടുന്നത്, ഒരു 5 കാര്യം കൂടി ഉണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചതിനെ കൂടെ ഈ 5 കാര്യം കൂടി കൂട്ടിയ പ്രതിഫലം കിട്ടും കേട്ടോ. അപ്പൊ അതിന് അർത്ഥം എന്താ? പ്രവാചകൻ പറയേണ്ട കാര്യമായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രവാചകൻ പറയേണ്ടതായിരുന്നല്ലോ. പ്രവാചകൻ പറയാതെ പോയതപ്പോ എന്താ? അതിനർത്ഥം എന്താ? ഒന്നുകിൽ പ്രവാചകൻ മറന്നുപോയി, സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റുമോ അങ്ങനെ? അല്ലെങ്കിൽ പ്രവാചകൻ അബദ്ധം പറ്റി, സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രവാചകൻ നമ്മളെ വഞ്ചിച്ചു, നഊദു ബില്ലാഹ്, ഒരു കാരണവശാലും ഒരു വിശ്വാസ പാടില്ലാത്ത
പ്രസ്താവനയാണ്. അപ്പൊ ആ തരത്തിലാണ് ഇത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ചെയ്യുന്നതാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്ന. അല്ലാഹു അത്തരത്തിൽ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് മാറുന്ന, തെറ്റുന്ന, എന്നാൽ ഇസ്ലാമിന്റെ വഴിയിലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അല്ലാഹു നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്താതെ അവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബിൽ ആലമീൻ, സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളും സർവ്വലോക രക്ഷിതാവായ നിയന്താവായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ സ്വന്തം മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ റബീഉൽ അവ്വലിൽ പ്രത്യേക ഒരു ദിവസം, ആ ദിവസം പ്രവാചകനെ സ്നേഹിക്കാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകം ചില കർമ്മങ്ങൾ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അതെന്തുകൊണ്ട് ഇസ്ലാമികമല്ല? പ്രവാചകൻ ദീന് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു പോയിട്ട് പ്രവാചകൻ ഈ കാര്യം പറയാൻ വിട്ടുപോയി, മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ വഞ്ചിച്ചു പോയി എന്ന് പറയുന്നത് പോലെ അത്യന്തം അപകടകരമായിട്ടൊരു കാര്യമാണ്. പ്രവാചകനെ സ്നേഹിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട്. അതെങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് പ്രവാചകന്റെ സഹായന്മാരിലൂടെ പ്രവാചകൻ കാണിച്ചിട്ടുണ്ട്, ഖുർആൻ ആയത്തിലൂടെ കാണിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ വചനങ്ങളിലൂടെ കാണിച്ചിട്ടുണ്ട്. ആ തരത്തിലാണ് നമ്മൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. ഇത് പറയുന്ന സമയത്ത് ചില ആൾക്കാർ പുതിയ ചില തെളിവുകൾ ഉണ്ടായിക്കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മളൊക്കെ ഏത് തരത്തിലാണെങ്കിലും ചെറിയ പ്രായം മുതൽ മതം പഠിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവിടെ ഒന്നും റബീഉൽ അവ്വൽ 12 ഇങ്ങനെ ഒരു ആഘോഷമല്ല നമുക്കറിയാം. എന്നാലും എന്ത് ചെയ്യും? പുതിയ തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ഇത് അന്ന് മുതലേ ഉള്ളതാണെന്ന് പറയാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ടെന്ന് പറയാൻ ശ്രമിക്കും. ഞാൻ ഓരോ തെളിവുകളുടെയും ആഴത്തിലേക്ക് പോകുന്നില്ല, അത് വിശദീകരിക്കേണ്ട, വിശാലമായി പറയേണ്ട ഒരു വേദിയല്ലല്ലോ അത്. ആ ഏത് തെളിവുകൾ നിങ്ങൾ പരിശോധിച്ചാലും അതിൽ ഖുർആന്റെ ചില ആയത്തുകളൊക്കെ എടുത്തിട്ട്, ആയത്തിലെ ചില പ്രയോഗങ്ങളൊക്കെ എടുത്ത് അതിൽ വ്യാഖ്യാനിച്ച് പ്രവാചകൻ അള്ളാഹുവിന്റെ റഹ്മത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആഘോഷിക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു കൂട്ടർ കാണാൻ പറ്റും. വേറൊരു കൂട്ടർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിന്റെ കാരണമായിട്ട് ദാലിക യൗമു വുലിദ്തു ഫീഹി, എന്തുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതായിരിക്കും പ്രവാചകൻ പറഞ്ഞു, അന്നേ ദിവസമാണ് ഞാൻ ജനിച്ചത്. വയൗമു ബുഇസ്തു, അന്നേ ദിവസമാണ് എന്നെ നിയോഗിച്ചത്. അല്ലെങ്കിൽ ഔ ഉൻസില അലയ്യ ഫീഹി, അല്ലെങ്കിൽ എന്നിലേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം വന്നത്, എനിക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിയത്, ഇറങ്ങിയത് ഈ ദിവസമാണെന്ന് പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ അങ്ങനെ പറയണമെങ്കിൽ പ്രവാചകൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച എന്നുള്ളതുകൊണ്ട് അന്ന് നോമ്പെടുക്കുന്നു ഞാനെന്ന് പ്രവാചകൻ പറയണമെങ്കിൽ ആ ദിവസത്തിന് പ്രത്യേകത ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് നബിദിന ആഘോഷിച്ചൂടെ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് പൊതുവെ മുഴുവനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പ്രവാചകൻ അറിയൂലേ? ഇത് ഹദീസിൽ പ്രവാചകൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് പ്രവാചകൻ അറിയാലോ. ഖുർആന്റെ ആയത്ത് പ്രവാചകനാണല്ലോ ഇറങ്ങിയത്. കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ പറ്റിയാ പറഞ്ഞത്. പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ് പറഞ്ഞത്. അപ്പൊ ഖുർആൻ പറയാത്തൊരു കാര്യം, ഖുർആൻ പറഞ്ഞൊരു കാര്യം പ്രവാചകൻ ചെയ്യാതിരിക്കൂല. പ്രവാചക സ്വഭാവത്തിൽ ഉണ്ടാവും. അത് സഹായന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പറയാൻ മടിയൊന്നും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഈ ലോകത്തെ എല്ലാ മനുഷ്യരെക്കാൾ കൂടുതൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ പ്രവാചകന് ഇത് പറയാൻ മടി ഉണ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ ഈ ആയത്തെ പ്രവാചകൻ ഇറങ്ങിയത്, ഈ ഹദീസ് പറഞ്ഞത് പ്രവാചകനാണ്. ആ പ്രവാചകൻ ഈ ഹദീസിന് മനസ്സിലാവാത്തൊരു കാര്യം, ആ പ്രവാചകൻ ഈ ഖുർആനെന്ന് മനസ്സിലാവാത്തൊരു കാര്യം, റബീഉൽ അവ്വൽ 12 പ്രത്യേകം പള്ളികളെ മോടി പിടിപ്പിക്കണമെന്നും റാലി പോകണമെന്നും ആ തരത്തിൽ മൗലിദ് പാരായണം ചെയ്യണമെന്നും പ്രവാചകന് മനസ്സിലായിട്ടില്ല. നമുക്ക് മാത്രം മനസ്സിലായി എങ്ങനെ പറയാൻ പറ്റുക? അതല്ലേ നേരത്തെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഖുർആനിൽ നിന്ന് പ്രവാചകൻ മനസ്സിലാത്ത കാര്യം നമുക്ക് മനസ്സിലായി, എന്നിട്ട് നമ്മൾ ആ നന്മ ചെയ്തു, പ്രവാചകനോ അത് മനസ്സിലായിട്ടില്ല ഒന്നുകിൽ, അല്ലെങ്കിൽ പ്രവാചകൻ മനസ്സിലായിട്ട് നമ്മളോട് പറഞ്ഞില്ല. നഊദുബില്ല. എത്രത്തോളം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ന്യായങ്ങൾ ഒന്നും ഇതിലേക്ക് ചേർക്കാവുന്നതല്ല. ഇനിയിപ്പോൾ പ്രവാചകൻ ജനിച്ച ദിവസം പ്രവാചകൻ നോമ്പെടുത്തില്ലേ, അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നോമ്പെടുക്കുക. ഏതാ ജനിച്ച ദിവസം? റബീഉൽ അവ്വൽ 12 എന്നാണോ പ്രവാചകൻ പറഞ്ഞത്? ജനിച്ച ദിവസം ഏതാണെന്നുള്ളത് ചരിത്രപരമായിട്ട് തന്നെ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം വരിക? ശവ്വാൽ 1 ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ, അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ. അല്ലെ ദുൽഹിജ്ജ 10 ബലി പെരുന്നാൾ, ഈദുൽ അദ്ഹ, അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. ഇത് ദീനിലുള്ളൊരു കാര്യമായിരുന്നെങ്കിൽ പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12 ചില പണ്ഡിതന്മാർ പറയുന്നു, 12 അല്ല വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു. അതെങ്ങനെ അഭിപ്രായ വ്യത്യാസം വരിക? ഇനി പ്രവാചകൻ ജനിച്ച ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താണ്? അന്ന് ഞാൻ നോമ്പെടുക്കുന്നു. ഏതാണ് ജനിച്ച ദിവസം? തിങ്കളാഴ്ച. അപ്പൊ പ്രവാചകൻ ജനിച്ച ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രത്യേകത കൊടുക്കേണ്ടത് തിങ്കളാഴ്ചക്കാണ്. ആ പ്രത്യേകതയെ പറ്റി മാത്രമാണ് പ്രവാചകൻ പറഞ്ഞത്. ആ പ്രത്യേകത കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അന്ന് ദിവസം നോമ്പെടുത്തുകൊണ്ട് മാത്രമാണ്. അതല്ലാത്ത വേറൊരു ഹദീസും ആ തരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകൻ പറഞ്ഞിടത്ത് നിൽക്കുക, പ്രവാചകന്റെ മേലിൽ പ്രവാചകന്റെ ദൗത്യം പ്രവാചകൻ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ആക്ഷേപിക്കുന്ന ആളുകളായിട്ട് മാറാതിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ലളിതമാണല്ലോ അത് വിഷയം. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ട് മാറുന്ന ആളായിട്ട് മാറുക. ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ചൊല്ലുന്ന പല വിഷയങ്ങളിലും ശിർക്ക് പോലും വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ മൗലിദ് പോലത്തെ പല പാരായണങ്ങളിലും അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, പ്രവാചകനോട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കാണാൻ കഴിയും. ഇർതകബതു അലൽ ഖത്ത ഗൈറ ഹസ്ദി വഅദ, അഥവാ കൃത്യമായിട്ട് പറയുന്നു
ഞങ്ങൾ പാപങ്ങൾ ഒരുപാട് ചെയ്ത് പാപങ്ങളുടെ ഭാരം കൂടിപ്പോയി പ്രവാചകരെ. ഗൈറ ഹസ്രിൻ വഅദദ്, അത് കണക്കില്ലാതെ പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ പ്രവാചകരെ. ലക അഷ്കു ഫീഹിയ സയ്യിദി ഖൈർ നബി, ഓ ഞങ്ങളുടെ നേതാവായ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായ മുഹമ്മദ് സ്വലമേ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ നിന്നോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. അള്ളാഹു ആരോട് സങ്കടം ബോധിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിനോടല്ലേ. മറ്റൊരു പ്രയോഗത്തിൽ കാണാൻ കഴിയും, മുൻജിൽ ഖലായിഖി മിൻ ജഹന്നം, അഥവാ സൃഷ്ടികളെല്ലാം ജഹന്നമിൽ നിന്ന് ഫീഖദ്, നാളെ രക്ഷിക്കാൻ പോകുന്ന പ്രവാചകരെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദിൻ എന്ന് മുന്നേ പറഞ്ഞ ശേഷം പറയുന്നു. പ്രവാചകനല്ലല്ലോ ജഹന്നമിൽ നിന്ന്, നരകത്തുനിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ പോകുന്നത്. പ്രവാചകനല്ലല്ലോ പാപങ്ങൾ പൊറുക്കാൻ പോകുന്നത്. പടച്ചോന്റെ പ്രത്യേകതയല്ലേ? ആ പടച്ചോന്റെ പ്രത്യേകത പോലും പ്രവാചകനിലേക്ക് ചാർത്തി വെക്കുന്ന സിർക്ക് കലരുന്ന വരികൾ ചൊല്ലിക്കൊണ്ട് ഇത്തരമൊരു പുത്തനാകാരം ചൊല്ലുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ദീനിന്റെ, നമ്മുടെ പരലോക വിജയത്തിന്റെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയേക്കാം. ഇത് മാത്രം ആലോചിക്കുക. അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞാണല്ലോ, ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ വേറെ ആരെയും വിളിക്കരുത്. ഫലാ തദ്ഉ, നിങ്ങൾ വിളിക്കരുത് മഅ അല്ലാഹുവിന്റെ കൂടെ അഹദൻ, ആരെയും. അവിടെ വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പൊ അത് കൃത്യമായി ഖുർആൻ പറഞ്ഞിരിക്കേ അള്ളാഹുവിന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ലല്ലോ. നമ്മുടെ പരലോകത്ത് നശിപ്പിക്കരുത്. വേറെ ആർക്കെങ്കിലും വേണ്ടി എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക, ചിന്തിക്കുക. വേറെ ഏതെങ്കിലും കൂട്ടത്തിന്റെ കൂടെ ചേരണമെന്നോ സംഘത്തിന്റെ കൂടെ ചേരണമെന്നോ ഏതെങ്കിലും ആശയത്തിന്റെ ഭാഗമാണെന്നോ ഒന്നുമല്ല പറയുന്നത്. ലളിതമായിട്ട് അള്ളാഹു അല്ലാത്ത വേറെ ആരെയും ആരാധിക്കരുത്. 1. 2, പ്രവാചകന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചെന്ന് ഒരിക്കലും പറയരുത്. പ്രവാചകൻ ദീന് പൂർത്തിയാക്കിയിട്ടാണ് പോയത്. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കൃത്യമായ വഴിയിലേക്ക് നയിക്കുമാറാകട്ടെ. അല്ലാഹുനാഥ, ഞങ്ങളെ നീ ഹിദായത്തിൽ തെറ്റാതെ മരണം വരെ ജീവിപ്പിക്കണം റബ്ബേ. ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തുമാപ്പാക്കി തരികയും ചെയ്ത സൽക്കർമ്മങ്ങൾ വന്നു പോയിട്ട് തെറ്റുകുറ്റങ്ങൾ പുറത്തു നിന്ന് അവയെല്ലാം നീ പ്രതിഫലാർഹമായ കർമ്മങ്ങളായി സ്വീകരിക്കുകയും ചെയ്യണം റബ്ബേ. നന്മ അധികരിപ്പിക്കുന്നവരും തിന്മകളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കുന്നവരുമായിട്ട് ഞങ്ങൾ നീ മാറ്റി അനുഗ്രഹിക്കണം നാഥ. ഈ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ബുദ്ധിമുട്ടിക്കപ്പെടുന്ന ഒരുപാട് നിരപരാധികളുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ ക്ഷമയും വിജയവും നൽകി അനുഗ്രഹിക്കണം നാഥ. പടച്ചോനാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മക്കൾ, മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമെന്ന് റബ്ബേ. ഞങ്ങളെല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ കാത്ത് രക്ഷിക്കുകയും ചെയ്യണമെന്നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. آمين آمين بك يا أرحم الراحمين.